നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിജ വീണയുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് അവളുടെയും നിഖിലിന്റെയും കല്യാണം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഗിരിജ നടത്തി കൊടുക്കും പോലും. ഗിരിജയല്ലേ ആള്. ഏട്ടത്തിയോടുള്ള ദേഷ്യവും പകയുവാ അവിടുന്ന് ഇറക്കി വിട്ടതിന്റെ ചുരുക്ക. ഈ പെണ്ണ് അവളുടെ കുന്നായ്മയ്ക്ക് കൂട്ടുനിന്നതാ എനിക്ക് അതിശയം. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിഖിലിനെ അവർക്ക് എങ്ങനെ കിട്ടാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പുറത്തെ ബെഞ്ചിലിരുന്ന ശ്രേയ ആരൊക്കെ ചേർന്ന് ഇവിടുന്ന് പൊക്കിയത്. അതിന്റെ പിന്നിലും ഗിരിജയാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കപ്പോഴേ അറിയായിരുന്നു പത്തിക്ക് തല്ലി കൊല്ലാതെ വിട്ട പാമ്പാവളെന്ന്. അവനോ പെണ്ണും പിള്ളയുടെ മൂട് താങ്ങിയും. അല്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ശ്രേയ അവര് തന്നെ കൊണ്ടുപോയതാ. ചെവുത്ത കെട്ട ഈ വീണ അതൊന്നും മനസ്സിലാക്കാതെ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടതാ എനിക്ക് മനസ്സിലാവാത്തത്. പാതിരാത്രി നേരത്ത് അതും ഈ ടൗണില്. ഓരോ ദിവസവും പത്രത്തിലും ടിവിയിലും ഒക്കെ എന്തെല്ലാം വാർത്തകളാ. ഗിരിജ ഏട്ടത്തെ അടിക്കാനുള്ള വടിയായി വീണയും നിഖിലിനെയും കൂട്ടിലിട്ട് കെണിയൊരുക്കുക. ഈ ഭ്രാന്തിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. നിഖിലിനെയും അവള് ഗുണ്ടകളെ വിട്ട് പിടിപ്പിച്ചെന്നാ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഏതായാലും ഏട്ടത്തെ വിളിച്ച് പറയുന്നില്ല. ഒന്നാമതേ ഏട്ടത്തെ ആകെ ടെൻഷനിലാ. പറയാതെ പോകുന്നതിന്റെ പ്രയാസം എനിക്കുണ്ട്. പറഞ്ഞാ പോകാൻ ഏട്ടത്തി സമ്മതിക്കൂ? പിന്നെ വീണയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടിയേക്കാൾ വാശിക്കാരിയാണല്ലോ. അവളുടെ കാര്യം നടക്കാൻ എന്തും ചെയ്യുന്ന പ്രകൃത.